ആയത്തുൽ കുർസി ആരംഭിക്കുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞിട്ട്. ഹയ്യ് ഖയ്യൂം അള്ളാഹുവിന്റെ രണ്ട് വിശേഷ നാമങ്ങളാണ്. അതേക്കുറിച്ച് ധാരാളം നമുക്ക് പറയാനുണ്ട്, നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. വലിയ വലിയ മഹാത്ഭുതങ്ങൾ നമ്മുടെ പൂർവികരിൽ പലരും നടത്തിയത് ഈ ഒരു വിശുദ്ധ നാമം ഉപയോഗപ്പെടുത്തിയാണെന്ന് തഫ്സീറുൽ ഖുർത്തുബി പോലെയുള്ള വിശുദ്ധമാം ഗ്രന്ഥങ്ങളിലുണ്ട്. കുറേ സംഗതികൾ. അല്ലാഹുവിന് 99 പ്രധാനപ്പെട്ട നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അവ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഹയ്യ് ഖയ്യൂം ഈ രണ്ട് നാമങ്ങൾ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും ശ്രേഷ്ഠമായ അൽ ഇസ്മുൽ അഅ്ളമാണെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. വേറെ നാമങ്ങളെ കുറിച്ചും അങ്ങനെ അഭിപ്രായമുണ്ട്. അള്ളാഹു എന്നുള്ളതാണ് അതെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വലിയ വലിയ മഹാന്മാരായ ചർച്ചയാണ്. ഞാൻ അതിന്റെ ഒരു ടോട്ടലാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ആസഫിന് ബർഖിയ എന്ന് പറയുന്ന ഒരു വലിയ വരിയുണ്ടായിരുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രാജസദസ്സിൽ അവിടുത്തെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്തിരുന്ന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബന്ധു കൂടെയായിരുന്നു അദ്ദേഹം. തന്റെ അനുയായികളിൽ വലിയ മഹാന്മാരുണ്ടെന്ന് തെളിയിക്കണമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചു. അങ്ങനെ സാബായിലെ രാജ്ഞി സുലൈമാൻ നബിയെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി യാത്ര തുടങ്ങിയതിനു ശേഷം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന യാത്ര. അവർ തന്റെ അനുയായികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇതേ നമുക്കൊരു കത്ത് വന്നിരിക്കുന്നു, മിൻ സുലൈമാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആന്റെ ഉള്ളിലൊരു ബിസ്മിള്ളത് അവിടെ. അപ്പോ നമുക്കൊരു കത്ത് വന്നിട്ടുണ്ട്, സുലൈമാൻ എന്ന് പറയുന്ന രാജാവിൻ്റെതാണ്, അദ്ദേഹം ഇങ്ങോട്ട് വരുമെന്നാണ് പറയേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുകയാണ്. ആ സമയത്ത് തന്റെ കൊട്ടാരത്തിലുള്ള വിദഗ്ധരെല്ലാവരും അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം, അവർ വരട്ടെ, നമുക്ക് നേരിടാന്ന് പറയുന്നു. ബുദ്ധിമതിയാവുന്ന ബിൽഖീസ് അത് പാടില്ല. ഏതൊരു രാജാവും ഒരു നാട്ടിൽ കയറിയാൽ അവിടെ ഖറാബാക്കും, തകർക്കും. ആ നാട്ടിലുള്ള നല്ല പ്രതാപികളാവുന്ന മനുഷ്യരെയൊക്കെ ഏറ്റവും നല്ല നിസ്സാരരാക്കി തോൽപ്പിച്ചു കളയും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. ഈ ബിൽഖീസിനെ ഒന്ന് ഞെട്ടിക്കണമെന്ന്, തന്റെ അനുയായികളുടെ കൂട്ടത്തിലുള്ള മഹാന്മാരെ കുറിച്ചൊന്ന് അവരെ പഠിപ്പിക്കണമെന്ന്, താങ്കൾ ഉൾക്കൊള്ളുന്ന ആദർശം തീരെ ശരിയല്ലെന്നും പരിശുദ്ധമാം ഇസ്ലാമിൽ ഉൾക്കൊള്ളുന്നതോടുകൂടി ഉണ്ടാകുന്ന വലിയ വലിയ നേട്ടങ്ങളെ കാണിച്ചു കൊടുക്കണമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചു. മഹാനുഭാവൻ ചോദിക്കുകയാണ്, അവർ മുഅ്മിനീങ്ങളായിട്ട് മുസ്ലിങ്ങളായിട്ട് ഇവിടെ എത്തുന്നതിന്റെ മുമ്പ് അവരുടെ പ്രസിദ്ധമായൊരു സിംഹാസനമുണ്ട്, അതിവിടെ ആരെത്തിക്കും? ജിന്നുകളിൽപ്പെട്ട ഒരു മഹാമല്ലം പറഞ്ഞു, അങ്ങ് ഉച്ചക്ക് എഴുന്നേൽക്കുവോ, അതിന്റെ മുന്നേ ഞാൻ കൊണ്ടുവരാം. അത് പോരായിരുന്നു. ആ സമയത്ത് സൂറത്തുൽ നംലിന്റെ 38, 39, 40 വാക്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. വേദജ്ഞാനമുള്ള ഒരു വലിയ പറഞ്ഞു, അങ്ങ് ഇമ വെട്ടിപ്പൊക്കുന്നതിന്റെ മുമ്പ് ഞാനത് കൊണ്ടുവരാം. അപ്പോഴേ സാധനം മുന്നിലെത്തി. തത്സമയം സാബായിലുള്ള ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബിയുടെ മുമ്പിലെത്തിയപ്പോ ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, ഫضലാണെന്ന് മഹാനുഭാവൻ റബ്ബിനെ സ്തുതിക്കുന്നു. ഏത് നിയമത്ത് കിട്ടിയാലും റബ്ബിനെ സ്തുതിക്കണം. അപ്പൊ കൊണ്ടുവന്നത് ആസഫിന് ബർഖയാണ്. സുലൈമാൻ നബി ആദാമിൻ ഫضല് റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫضലാന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഏത് വലിയാണെങ്കിലും ഏത് നബിയാണെങ്കിലും എത്ര വലിയ മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചാലും എല്ലാം റബ്ബ് താഴെ നൽകുന്നതാകുന്നു. അതുകൊണ്ട് പോലെ റബ്ബാക്കലൊന്നും വരുന്നില്ല. മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരായ ആരോടും മനുഷ്യ കൈവിൽപ്പെടാത്തത് ചോദിക്കുന്നത് ശിർക്കാണെന്നൊരു പുസ്തകത്തിലുണ്ട് കേരളത്തിൽ. കുഞ്ഞീദ് മദരിയുടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നുള്ള പുസ്തകത്തിൽ അതിന്റെ 93-ാമത്തെ പേജിൽ മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മനുഷ്യ കഴിവിൽപ്പെടാത്തത് ഒരാളോട് ആവശ്യപ്പെടുന്നത് ശിർക്കാണെന്ന്. ആര് മാനദണ്ഡം വെച്ച് സുലൈമാൻ നബി അലൈഹി സ്വലാം? നമുക്ക് പറയാൻ വയ്യ, അത് നമുക്ക് പ്രയോഗിക്കാൻ കഴിയില്ലേ. കാരണം മനുഷ്യ കഴിവിൽപ്പെട്ടത് മാത്രമല്ല, ജിന്നിന്റെ കഴിവിൽപ്പെട്ടതുമല്ല അദ്ദേഹം ചോദിക്കുന്നത്. അവരുടെ സിംഹാസനം അവരിവിടെ എത്തുന്നതിന്റെ മുമ്പ് ആര് കൊണ്ടുവരുന്നതാണ് ചോദ്യം. അപ്പൊ ജിന്ന് മാത്രമല്ല, ഇഫ്രീത്ത്, ജിന്നുകളുടെ കൂട്ടത്തിൽ ഭയങ്കര ഉഷാറുള്ളവരാണ് ഇഫ്രീത്തുമാര്, മല്ലന്മാർ. ഇഫ്രീത്തും മിനൽ ജിന്ന് പറഞ്ഞു, ഒരു മല്ലനായ ജിന്ന് പറഞ്ഞു, സുലൈമാൻ നബിയുടെ പതിവനുസരിച്ച് രാവിലെ ഫത്വ കൊടുക്കാനും ഭരണകാര്യങ്ങൾക്കും വേണ്ടി സിംഹാസനത്തിൽ ഇരുന്നാൽ, കസേരയിൽ ഇരുന്നാൽ പിന്നെ ഉച്ചയ്ക്കേ പോകാറുള്ളൂ, അതിന്റെ മുന്നേ ഞാൻ കൊണ്ടുവരാം, അത് പോരായിരുന്നു. അപ്പോഴാണ് കാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദജ്ഞാനമുള്ള ഒരു വലിയ, അദ്ദേഹത്തിന്റെ പേര് തഫ്സീറുകളിലുണ്ട്, ആസഫ് ഇബ്നു ബർഖിയ. അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ണിമ വെട്ടിപ്പൊക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം. കൊണ്ടുവന്നു. ഹാദാ മിൻ ഫضل റബ്ബി. മനുഷ്യ കഴിവുപ്പെട്ടത് മാത്രമല്ല, ജിന്നിന്റെ കഴിവിൽ പോലും പെടാത്തത് ആവശ്യപ്പെടുന്നു. തൗഹീദ് പഠിപ്പിക്കാൻ വന്ന സുലൈമാൻ നബി അലൈഹി സ്വലാം. അപ്പൊ നമ്മുടെ നാട്ടിലേക്കുള്ള തൗഹീദിനെ കുറിച്ചുള്ള തർക്ക കുതർക്കങ്ങളിൽ ഒരു ചെറിയ തീരുമാനത്തിലേക്ക് എത്തണം എന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഉണ്ടാക്കി പെരുപ്പിച്ച് മുഅ്മിനീങ്ങൾക്കിടയിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കല്ല വേണ്ടത്.
ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഈ ആസിഫ് ഇബ്നു ബർഖിയ ഈ മഹാത്ഭുതം കാണിച്ചത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വിശേഷ നാമത്തെ ഉപയോഗപ്പെടുത്തിയാണെന്ന് ഇമാം ഖുർത്തുബി പറയും.